സൈബർ ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസ് നേതൃത്വം എന്ന നിലപാടിലുറച്ച് കെ.ജെ. ഷൈൻ. മുതിർന്ന നേതാക്കൾ അറിയാതെ ഇത്തരം പ്രചാരണം നടക്കില്ല. കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ കുടുംബത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെയും കെ.ജെ. ഷൈൻ തള്ളി. അഭിമാനം കൊള്ളുന്നു കേരളത്തിലെ സ്ത്രീകളെ ഓർത്ത്. കാരണം വലിയൊരു പ്രതിസന്ധിയാണല്ലോ കടന്നുപോയത്. അപ്പം അതിൽ ഗവൺമെൻറ് സംവിധാനം, കേരളത്തിലെ പോലീസ് സംവിധാനം, അതോടൊപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല, വലിയ തോതിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന്. മുൻ മന്ത്രി എസ് ശർമ്മയുടെ പേര് വിവാദത്തിലേക്ക് വലിച്ചിട്ടതിനെ വൈപ്പിൻ എം.എൽ.എ. കെ.എൻ. ഉണ്ണികൃഷ്ണൻ വിമർശിച്ചു. മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവാണെന്നും കെ.എൻ. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അത് ഉറവിടം പറവൂര് തന്നെയാണ്. പറവൂര് പെരുമ്പടന്ന എന്ന പ്രദേശവും അതുപോലെ തന്നെ പറവൂർ പരിസരങ്ങൾക്ക് അതിനൊരു സ്ഥാനമുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ്. ഇതാണ്, ഈ ബോംബാണോ അദ്ദേഹം ഉദ്ദേശിച്ചത്, ഇനി ഷാജഹാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അൺഹോളി റിലേഷൻഷിപ്പ് അദ്ദേഹത്തിനുണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഇല്ല, ശർമ്മയുമായിട്ട് ഒരു തരത്തിലും വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോൾ ശർമ്മയെപ്പോലുള്ളൊരു നേതാവിനെ ഇതിൽ വലിച്ചിഴക്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എറണാകുളത്തെ CPIM MLA-മാർ KM ഷാജഹാനെതിരെ അപകീർത്തി പരാതി നൽകി. പ്രചാരണങ്ങൾക്ക് പിന്നിൽ CPIM എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, എറണാകുളത്തെ ഈ വിവാദം അല്ലെങ്കിൽ ഈ അപകീർത്തി പരാമർശം നടത്തിയതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രചാരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട വിവാദം അതിപ്പോൾ CPM മറ്റൊരു തലങ്ങളിലേക്ക് എത്തിക്കുന്നു. അത് കേസാവുന്നു, കൂടുതൽ പരാതികൾ വരുന്നു. KM ഷാജഹാനെതിരെയൊക്കെ തന്നെ നേതാക്കൾ ഒന്നടങ്കം പരാതി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഏത് രീതിയിലാണ് ഇതിപ്പോൾ ചർച്ചയാകുന്നത് കോൺഗ്രസിനകത്ത്? കോൺഗ്രസ് ഇപ്പോഴും പറയുന്നു ഇത് CPM അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. ഇതിന് പിന്നിൽ CPM ആണെന്ന് കടന്നു പറയുന്നു പ്രതിപക്ഷ നേതാവ്. അങ്ങനെ ആ രീതിയിലൊക്കെ ഒരു റിഫ്റ്റ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇന്നത്തെ പ്രതികരണങ്ങൾ? ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഒന്ന് അന്വേഷണവുമായി ബന്ധപ്പെട്ട്, മറ്റൊന്ന് രാഷ്ട്രീയ വിവാദവുമാണ്. അതിലൊന്ന് ഇത് ആരാണ് ഈ വാർത്ത പുറത്തുവിട്ടത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് നിലനിൽക്കുന്നത്. നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് ഇത് വിഭാഗീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി CPIM-ൽ നിന്ന് പുറത്തുവന്ന വാർത്തയാണ്. ഈ വാർത്ത പുറത്തുവിട്ടത് VS അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഷാജഹാനാണ്. അതുകൊണ്ട് തന്നെ വാർത്തയുടെ സ്രോതസ് CPM എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് കോൺഗ്രസിന്റെ ആസൂത്രിതമായ ശ്രമഫലമായി വന്ന ഒരു വാർത്ത എന്നാണ് ഇന്ന് KN ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത്. കൃത്യമായ ഒരു ഗൂഢാലോചന ഈ വാർത്ത പ്ലാൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. ഇതാദ്യം പ്രചരിപ്പിച്ചത് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണനാണ്. ബോംബ് പൊട്ടുമെന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇതിന്റെ ഉറവിടം കോൺഗ്രസും പറവൂരുമാണെന്ന് KN ഉണ്ണികൃഷ്ണനും ആരോപിക്കുന്നു. അതിലിങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്ന് KN ഉണ്ണികൃഷ്ണന്റെ മൊഴി മുനമ്പം DYSP രേഖപ്പെടുത്തിയത്. സൈബർ ആക്രമണം നേരിടുന്നെന്ന് ചൂണ്ടിക്കാട്ടി KN ഉണ്ണികൃഷ്ണൻ DGP-ക്കും മുഖ്യമന്ത്രിക്കും ആലുവ പോലീസിനും പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് KN ഉണ്ണികൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയത്. ഇന്നലെ ഈ കെ.ജെ. ഷൈൻ നൽകിയ പരാതിയിൽ കേസെടുക്കുകയും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്വേഷണം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇതുവരെ ഈ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ആരുടെയും. ഒന്നാം പ്രതി പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഗോപാലകൃഷ്ണനാണ്. ഗോപാലകൃഷ്ണൻ ഒളിവിൽ നിന്നാണ് ലഭിക്കുന്ന വിവരം. രണ്ടാം പ്രതി KM ഷാജഹാനാണ്. ഷാജഹാനെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ലിങ്കുകൾ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാം എന്ന നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം നിലവിലുള്ളത്. അപ്പോഴും ഒരു വശത്ത് ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ശരി, വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.